പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. എല്ലാ നായപ്രേമികളെയും ഭയപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് അവതരിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ തങ്ങളുടെ ഓമനയായ നായയുടെ മരണത്തിന് തന്നെ കാരണമായേക്കാവുന്ന ഒരു രോഗമാണിത്. ടിക് ഫീവർ അഥവാ ചെള്ളുപനി എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ രോഗം പരത്തുന്നത് ടിക്സ് അല്ലെങ്കിൽ ചെള്ളുകളാണ്. ഈ രോഗമുണ്ടാക്കുന്നതോ അത് ബാക്ടീരിയ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളായ എർലീഷ്യ, ബബീസിയ, അനാപ്ലാസ്മ തുടങ്ങിയ ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകളെ സാധാരണയായി ഈ ടിക്കുകൾ അവകളുടെ ശരീരത്തിൽ വഹിക്കുന്നു. അതായത് ഇവർ കാരിയർ അല്ലെങ്കിൽ വാഹകരായി പ്രവർത്തിക്കുന്നു. ഈ രോഗാണുക്കളെ ക്യാരി ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രോഗാണുക്കളെ ശരീരത്തിൽ വഹിക്കുന്ന ടിക്കുകൾ നായകളെ കടിക്കുമ്പോൾ അല്ലെങ്കിൽ രക്തമൂറ്റി കുടിക്കുമ്പോൾ ടിക്കിൻ്റെ ശരീരത്തിൽ നിന്നും ഈ രോഗാണുക്കൾ നായയുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ നായയുടെ ശരീരത്തിലെത്തി 14 ദിവസങ്ങൾ കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങും. തുടക്കത്തിൽ ശക്തിയായ പനി, വിശപ്പില്ലായ്മ, മന്ദത, അതാണ് പ്രത്യേകിച്ചും പെറ്റ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുവരെ ആക്റ്റീവായി ഹൈപ്പർ ആക്റ്റീവായോ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നായ പെട്ടെന്ന് അലസനും മന്ദതയും കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടിക് ഫീവറിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ടിക് ഫീവറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളിലൊന്നായ പനി, വിശപ്പില്ലായ്മ, മന്ദത, അലസത, അതുപോലെ ലസികാഗ്രന്ഥികൾ അല്ലെങ്കിൽ ലിംഫ് നോഡുകൾ വീങ്ങുക, മോണകളിൽ ചുവപ്പ് നിറം കാണുക, പിന്നീട് ശ്വാസ തടസ്സമുണ്ടാവുക, വിറയൽ, ഛർദി, വയറിളക്കം എന്നീ രോഗലക്ഷണങ്ങൾ ഈ ഒരു അവസരത്തിൽ നായ പ്രകടമാക്കാറുണ്ട്. ക്രമേണ രോഗം മൂർച്ഛിക്കുന്നതിന് അനുസരിച്ച് നായയുടെ വിറയൽ കൂടുകയും നായ ഒരു പക്ഷേ എഴുന്നേൽക്കാൻ വയ്യാതെ കിടപ്പിലാവുകയും ചെയ്യും. ഈ രോഗം പ്രധാനമായും രക്താണുക്കളെ, അതായത് വൈറ്റ് ബ്ലഡ് സെൽസിനെയും റെഡ് ബ്ലഡ് സെൽസിനെയും, ശ്വേത രക്താണുക്കളെയും ചുവന്ന രക്താണുക്കളെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയും ഒപ്പം അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുകയും ചെയ്യും. ഇത്തരത്തിലുള്ള രോഗമുണ്ടാകുമ്പോൾ പലപ്പോഴും നാം അത് തുടക്കത്തിൽ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് തന്നെ രോഗം മൂർച്ഛിക്കുകയും ക്രമേണ അത് അതിൻ്റെ ലിവർ അല്ലെങ്കിൽ കരളിനെയും വൃക്കകളെയും ബാധിച്ച് ഒരു പക്ഷേ ചികിത്സ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നായ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള പ്രതിവിധി എന്നുള്ളത് നമ്മൾ കഴിയുന്നതും ഇത്തരത്തിലുള്ള ടിക്സുകൾ നായകളുടെ ശരീരത്തിൽ കയറാതിരിക്കാനായി നോക്കുക എന്നുള്ളതാണ്. സാധാരണ ഈ ടിക്കുകൾ നമ്മുടെ ചുറ്റും പറമ്പിലൊക്കെയുള്ള പുൽക്കൊടികളിലും ചെറിയ ചെറിയ ബുഷസ് അല്ലെങ്കിൽ ചെറിയ മരങ്ങളിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ടിക്സ് കാണപ്പെടുന്നത്. കൂടുതലും പുറമേ പോകുന്ന ഔട്ട്ഡോർ കളികളിൽ ഏർപ്പെടുന്ന നായ്ക്കൾ അല്ലെങ്കിൽ പുറമേ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന നായ്ക്കളിൽ ഇത്തരം പുൽത്തകിടികളിലും പുല്ലിനിടയിലും മറ്റും ഓടി നടന്ന് കളിക്കുന്ന നായ്ക്കൾക്ക് ഈ ഇലകളിൽ നിന്നും അല്ലെങ്കിൽ പുല്ലിൽ നിന്നും ഈ ടിക്കുകൾ നായയുടെ ശരീരത്തിലെത്തുന്നുണ്ട്. സാധാരണ നാം മനുഷ്യർ പുല്ലിനിടയിൽ നടന്നാൽ ഈ ടിക്കുകൾ എത്തുന്നില്ല എന്നൊരു സംശയം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. നായ്ക്കൾക്ക് നമ്മളെ അപേക്ഷിച്ച് പൊക്കം കുറവായതുകൊണ്ട് തന്നെ ഈ ടിക്സിന് വളരെ പെട്ടെന്ന് തന്നെ അവയുടെ കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ഭാഗങ്ങളിൽ കടിച്ച് പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവകൾക്കൊരു തരം പ്രത്യേക കൊമ്പ് പോലത്തെ അവയവമുണ്ട്. അതുപയോഗിച്ച് വളരെ ശക്തിയായി കടിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു രീതി ഈ ടിക്കുകൾക്കുണ്ട്. നമ്മളൊരു പക്ഷേ ഇവകളെ വലിച്ചെടുക്കാൻ നോക്കിയാൽ അവിടെ നിന്നും രോമം ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞു വരുന്നതായും ഇതിനിടയിൽ തന്നെ രക്തം ഊറ്റി കുടിച്ച് ഈ ടിക്കുകൾ ഒരു മൂട്ട പോലെ വലുതായി ചില സമയങ്ങളിൽ അത് താനെ തറയിൽ വീഴുകയും ചെയ്യാറുണ്ട്. അപ്പം ഈ രോഗം വരാതിരിക്കാൻ കഴിയുന്നതും നമ്മൾ ഇത്തരത്തിലുള്ള പുല്ലിനിടയിലും മറ്റും നമ്മുടെ നായയെ വിടാതിരിക്കുക. അതുപോലെ തന്നെ സ്പോട്ടോൺ, അതായത് ഫിപ്പറോണിൽ തുടങ്ങിയ സ്പോട്ടോൺ എന്ന മരുന്ന് ലഭ്യമാണ്.
തലയുടെ പിൻഭാഗത്ത്, അതായത് 2 തോളെല്ലിനും മധ്യയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഇത്തരത്തിൽ ടിക്കിനെ നശിപ്പിക്കുന്ന സ്പോട്ട് ഓണുകൾ, സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്പോട്ട് ഓണുകൾ ടിക്കുകളെ നശിപ്പിക്കുന്നതിന് ലഭ്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സ്പോട്ട് ഓണുകൾ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും ഒരു 4-5 ദിവസം നമ്മുടെ നായയെ കുളിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ടിക്കുകളുടെ നിയന്ത്രണത്തിനായി അല്ലെങ്കിൽ നായ്ക്കളെ ടിക്കുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ടിക്ക് കോളറുകൾ ലഭ്യമാണ്. മാർക്കറ്റിൽ പല കമ്പനികളും ഇത്തരത്തിലുള്ള ടിക്ക് കോളറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ സ്പ്രേകളുണ്ട്. ഈ ഫിപ്രോണിൽ അടങ്ങിയ സ്പ്രേകൾ, അതുപോലുള്ള പെസ്റ്റിസൈഡിന് അടങ്ങിയിട്ടുള്ള സ്പ്രേകൾ പലതും ടിക്സിനെ നശിപ്പിക്കുവാനായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നായയുടെ ശരീരഭാരത്തിനനുസരിച്ച് ഇത്തരത്തിൽ ടിക്സിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ബ്രാവക്ടോ തുടങ്ങിയ മരുന്നുകൾ, ടാബ്ലറ്റുകളും ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് വഴി ഏതാണ്ട് 3 മാസക്കാലത്തോളം ടിക്സിൽ നിന്നും നമ്മുടെ നായയ്ക്ക് രക്ഷ കിട്ടുന്നതാണ്. ഇനി രോഗം വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ടിക്സിൻ്റെ ഉപദ്രവം എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞ സ്പോട്ട് ഓൺ, സ്പ്രേയ്, അതുപോലെ തന്നെ കോളേഴ്സ്, ടാബ്ലറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഈ ടിക്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നായയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നായയ്ക്ക് ഒരു ടിക്ക് ഫീവർ അല്ലെങ്കിൽ ചെള്ളുപനി വന്നു എന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും വളരെ നീണ്ട ഒരു ചികിത്സയുടെ ആവശ്യം ഈ നായകൾക്ക് ഉണ്ട്. ഇതിനാവശ്യമായി ഇത്തരത്തിലുള്ള അനപ്ലാസ്മ, ബബീസിയ, എർലീഷ്യ തുടങ്ങിയ ഓരോ തരം രോഗാണുക്കളെയും നശിപ്പിക്കുന്നതിനാവശ്യമായ പ്രത്യേക തരം മരുന്നുകൾ ഉപയോഗിക്കുക. ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടിവരും, ഫ്ലൂയിഡ് തെറാപ്പി വേണ്ടിവരും. ഒരു പക്ഷേ അങ്ങേയറ്റം വിളർച്ച കൂടി അനീമിയ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലും നമ്മുടെ നായയെ രക്ഷിക്കാൻ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗം വരാതെ നമ്മുടെ നായയെ വളരെ ശ്രദ്ധയോടെ, കരുതലോടെ ബാഹ്യപരാധങ്ങളായ ടിക്സിൽ നിന്നും എന്നും നമ്മളൊരു മുൻകരുതലെടുത്ത് നമ്മുടെ നായയെ രക്ഷിക്കുക വഴി നമ്മുടെ നായയുടെ ജീവൻ അല്ലെങ്കിൽ ജീവിതം നമുക്ക് നീട്ടിക്കിട്ടുവാനായി കഴിയും.